ഒരു സിമ്പിൾ മോമോസിൻ്റെ റെസിപ്പി നോക്കിയാലോ. അപ്പോൾ കുറച്ച് മൈദയിൽ ഉപ്പും പഞ്ചസാരയും സൺഫ്ലവർ ഓയിലും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഒരു ചെറിയ ചൂടുള്ള വെള്ളത്തിൽ കുഴച്ചെടുക്കുന്നതാണ് നല്ലത്. എന്നിട്ടൊരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. പിന്നെ ഇതിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് കുറച്ച് ക്യാരറ്റ്, വലിയുള്ളി, വെളുത്തുള്ളി, പച്ചമുളക് ഇതെല്ലാം കൂടെ ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിലിട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് ചിക്കന് കുരുമുളക് ഉപ്പിട്ട് വേവിച്ചതാണ്. പിന്നെ അതിൽ കുറച്ച് മല്ലിയില, ലെമൺ ജ്യൂസ്, അതുപോലെ കുറച്ച് സോയ സോസും കൂടെ ചേർക്കുക. പിന്നെ 1 ടീസ്പൂണ് കുരുമുളക് പൊടി, പിന്നെ നമ്മുടെ ആവശ്യത്തിന് ഉപ്പ് നോക്കിയിട്ട് അതും ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അധികം വേവിക്കാതെ ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുത്താൽ മതി. പിന്നെ നമ്മുടെ മൈദാമാവ് ഇതുപോലെ റൗണ്ട് ഷേപ്പിലാക്കിയിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് ഫില്ലിംഗ് ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ഒന്നിങ്ങനെ ഞൊറിഞ്ഞെടുക്കണം. അപ്പോൾ ഇതുപോലെ എല്ലാം കൂടെ ഒന്ന് ഞൊറിഞ്ഞ് കൊടുക്കുക. എന്നിട്ട് ഒരു ഇഡ്ഡലി തട്ടെടുത്തതിന് ശേഷം അതിലായി തന്നെ കുറച്ച് എണ്ണയൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് അതിൽ ഓരോന്നായിട്ട് വെച്ചിട്ട് ഒരു 15 മിനിറ്റോളം നമ്മളിത് ആവിയേറ്റിയെടുക്കണം. അപ്പോൾ ഇതിനിത് കറക്റ്റ് വേവായി കിട്ടിക്കോളും. പിന്നെ ഇതിലേക്കുള്ള ഡിപ്പ് തയ്യാറാക്കിയെടുക്കാം. കുറച്ച് കെച്ചപ്പ് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലെക്സ് ഇട്ടിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ നമ്മൾ സിമ്പിൾ ആൻഡ് ടേസ്റ്റി മോമോസ് ഇവിടെ റെഡി.